എപ്പോഴേക്ക് സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുവരും? അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞോ? ഡെൻസിൽ 10 മിനിറ്റിനകം അദ്ദേഹത്തിന്റെ മൃതദേഹം ഡോക്ടർ കുമാർ അഴീക്കോടിന്റെ മൃതദേഹം തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി ഹാളിൽ എത്തിച്ചിരിക്കും. എരിവുകുളത്തെ വീട്ടിൽ നിന്നും മൃതദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. എരിവുകുളത്തിൽ നിന്നും തൃശ്ശൂരേക്കുള്ള 8 കിലോമീറ്റർ ദൂരം അല്പസമയത്തിനുള്ളിൽ പിന്നിട്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിലേക്ക് തറവാട്ടിലേക്ക് ഡോക്ടർ കുമാർ അഴീക്കോടിന്റെ ഭൗതിക ശരീരം എത്തുന്നു. അത് 4 മണി വരെ ഇവിടെ പ്രദർശനത്തിന് വെക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മന്ത്രിമാർ അതോടൊപ്പം തന്നെ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ തങ്ങളുടെ സഹപ്രവർത്തകനോട് അല്ലെങ്കിൽ ഏറ്റവും ആദരിക്കുന്ന സഹപ്രവർത്തനോട് വിടാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മണി വരെ മൃതദേഹം പ്രദർശനത്തിന് വെക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പുറപ്പെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നെടുമ്പാശ്ശേരിയിലെത്തുന്ന കാർ മാർഗം തൃശ്ശൂരിലെത്തി അന്തിമോപചാരണമാക്കി. കണ്ണൂർ പയ്യപ്പത്തിലേക്ക് തന്നെ കുമാർ അഴീക്കോടിന്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന യോജനയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നതായാലും ബന്ധുക്കളുടെ തീരുമാനത്തിനനുസരിച്ച് ബന്ധുക്കളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം. ഏതായാലും തൃശ്ശൂരിൽ തന്നെ അടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഒട്ടേറെ സാഹിത്യകാരന്മാരും ഒരാളും ഒട്ടേറെ പേരുണ്ട്. അവരുടെ ആവശ്യവും മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നവരും. ഏതായാലും കണ്ണൂർ പയ്യാമ്പലത്ത് തന്നെയായിരിക്കും സംസ്കാരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആയാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇവിടുന്ന് മൃതദേഹം കണ്ണൂർ പയ്യാമ്പലത്തിലേക്ക് കൊണ്ടുപോകും. അതുവരെ അദ്ദേഹം 26 വർഷക്കാലം ചെലവഴിച്ച തൃശ്ശൂർ നഗരത്തിലെയും ഇരവിമംഗലത്തെയും വിയ്യൂരിലെയും അദ്ദേഹത്തിനോട് സ്നേഹിതരുടെയും സഹപ്രവർത്തകരുടെയും അദ്ദേഹത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെയും സാന്നിധ്യം അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഇടുങ്ങിയ വളരെ ചെറിയൊരു മുറിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മുറിയിലാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെയാണ് മൃതദേഹം ഇപ്പോൾ പ്രദർശനത്തിനെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. മൃതദേഹത്തിൽ ഇപ്പോൾ തന്നെ 100 ആളുകൾ സാഹിത്യ അക്കാദമിയുടെ മോഡലുകളിലും എത്തിയിരിക്കുന്നു. അതെ, അവർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു സാഹിത്യകാരനെ, അധ്യാപകനെ, ഭാഷകനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരും അല്പസമയത്തിന്റെ ബാലകൃഷ്ണൻ ഇപ്പോൾ തന്നെ ഇവരുണ്ട്. സാംസ്കാരിക മന്ത്രി കെ.പി. ജോസഫ് വാഹനത്തിന്റെ തൃശ്ശൂരിലേക്ക് യാത്ര തുടരുകയാണ്. മുഖ്യമന്ത്രിയും 2 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂരിലെത്തുമെന്നാണ് കരുതുന്നത്. ഏതായാലും വലിയൊരു ജനാവലി, വലിയ ജനാവലി, പൗരാവലി, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും സഹപ്രവർത്തകരും ശിഷ്യരും അടങ്ങുന്ന വലിയൊരു ജനാവലി ഇപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അന്തിമോപചാരണമർപ്പിക്കാൻ നിൽക്കുകയാണ്. സുദീപ് സാംവർഗീസാണ് വിവരങ്ങൾ നൽകിയത്. സാഹിത്യ അക്കാദമി ഹാളിന് മുന്നിലാണ് സുദീപ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനും അകം കുമാർ അഴീക്കോടിന്റെ മൃതദേഹം സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുവരും. അഴീക്കോടിന്റെ വേർപാടിൽ തേങ്ങുകയാണ് കണ്ണൂർ അഴീക്കോടുള്ള നിത്യാനന്ദാലയം എന്ന മാഷിന്റെ തറവാട്. കേരളത്തിന്റെ സാംസ്കാരിക നായകൻ എന്ന പദവിയിൽ നിൽക്കുമ്പോഴും നിത്യാനന്ദാലയത്തിന്റെ സുഖുവായിട്ടെത്താൻ മാഷിനെപ്പോഴും സന്തോഷമായിരുന്നു. ചെടികളെയും പൂക്കളെയും ഏറെ സ്നേഹിച്ച സുഖുവിന് നിത്യാനന്ദാലയം എന്നും പ്രിയപ്പെട്ടതായിരുന്നു. 1956 ദേവഗിരി കോളേജിൽ അധ്യാപകനായി അഴീക്കോട് നിന്ന് പോയെങ്കിലും തറവാടിന്റെ സ്നേഹത്തിലേക്ക് മാഷ് ഓടിയെത്തുമായിരുന്നു. മുകളിലെ നിലയിലെ അരണ്ട വെളിച്ചമുള്ള സ്വന്തം മുറിയിലെ ചാരുകസേരയിലിരുന്ന് വായിക്കാൻ മാഷിനെന്നും ഇഷ്ടമായിരുന്നു. അനുജൻ ദേവദാസും കുടുംബവും തറവാട്ടിൽ താമസിക്കുമ്പോഴും ഒരു കാരണവരുടെ സ്ഥാനത്ത് നിൽക്കാൻ മാഷുണ്ടായിരുന്നു. ചെറുതിലെല്ലാം പറയുന്നേക്കാം. ഇപ്പോ ഒന്നിച്ച് കിടക്കും, കവിത എഴുതിയാല് പിന്നെ 5 ഇവർ ഒന്നിച്ച് കെട്ടുമ്പോ കിടന്നാല് ചൊല്ലി കൊടുക്കും. പിന്നെ ഭയങ്കര സ്നേഹം, സിസ്റ്റേഴ്സിനോടും എല്ലാം ഭയങ്കര ഇതാണ്. അപ്പൊ അങ്ങനെ ഇവർ എൻ്റെ ഹസ്ബൻഡ് ജോലിയൊന്നും റിട്ടയർഡായിട്ട് ഇവിടെ FSCTന്ന് ഇവിടെയുള്ളവരും നമുക്ക് അതിനെ സഹായിക്കുകയും ചെയ്യും. തിരക്കിൽ നിന്നും തിരക്കുകളിലേക്ക് പോകുമ്പോഴും തറവാടിനെ മറക്കാൻ സുഖുവിന് കഴിഞ്ഞിരുന്നില്ല. അക്ഷരങ്ങളെ ഏറെ സ്നേഹിച്ച മാഷ് തിരക്കുകൾ ഉണ്ടായെങ്കിലും വിജയദശമി ദിവസം കുടുംബത്തിലെ പുതുതലമുറയെ കൊണ്ട് ഹരിശ്രീ കുറിപ്പിക്കാൻ ഇവിടെ എത്തുമായിരുന്നു. അത്രമേൽ ഈ വീടിനെയും കുടുംബാംഗങ്ങളെയും സ്നേഹിച്ച സുകുമാർ അഴീക്കോട് മറയുമ്പോൾ നാഥനില്ലാത്ത വേദന അറിയുകയാണ് ഈ തറവാടും ബന്ധുക്കളും. ശരത്ചന്ദ്രൻ, മനോരമ ന്യൂസ്, കണ്ണൂർ. ഓസ്കാർ അവാർഡ് ജേതാവ്
റസൂൽ പൂക്കുട്ടി ടെലിഫോൺ ലൈനിൽ. ശ്രീ റസൂൽ പൂക്കുട്ടി, താങ്കൾ ഓസ്കാർ അവാർഡ് നേടിയതിനു ശേഷം താങ്കൾ ഓസ്കാർ അവാർഡ് വേദിയിൽ താങ്കൾ നടത്തിയ പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് അഴീക്കോട് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഓം എന്ന ഓമിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന താങ്കളുടെ പരാമർശത്തെ വളരെ പുകഴ്ത്തി ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചുള്ള താങ്കളുടെ ബോധ്യം അത് അവിടെ ചെന്ന് പറയാനുള്ള ഇസ്ലാം സമുദായത്തിൽ നിന്ന് വന്ന് അതിനപ്പുറത്തുള്ള ഒരു നിലപാടെടുത്ത് അത് ലോകത്തിന് മുന്നിൽ പറയാനുള്ള താങ്കളുടെ ആർജവത്തെ പുകഴ്ത്തിക്കൊണ്ട് അന്ന് അഴീക്കോട് പറഞ്ഞത് ഓർക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അഴീക്കോടുമായുള്ള ആശയവിനിമയത്തെയും അദ്ദേഹവുമായുള്ള ബന്ധത്തെയും ഓർക്കുന്നത്? എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ വിയോഗം എനിക്കൊരു സഹിക്കാവുന്നതിലപ്പുറമായിട്ടുള്ള ഒരു വിഷമാവസ്ഥയിലാണ് ഞാൻ. ഓസ്കർ ലഭിച്ചതിന് ശേഷം ഞാൻ പ്രസംഗത്തെ കുറിച്ച് അദ്ദേഹം വലിയ ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ ആ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം തിരിച്ചു വിളിക്കുക, അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുന്നതും. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ തത്വമസി വായിക്കുകയുണ്ടായിട്ടുണ്ട്. അന്നൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അഴീക്കോടിനെ എനിക്കറിയാം. ഒരു കൾച്ചറൽ കേരളത്തിന്റെ ഒരു വലിയൊരു യുഗമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. ഈ പ്രസംഗത്തെ പറ്റിയിട്ട് ഞാൻ ഇത്രയൊന്നും വലിയ കാര്യങ്ങൾ പറയുകയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അഴീക്കോട് അത് ആ പ്രസംഗത്തെ പറ്റി പറഞ്ഞതും അദ്ദേഹം എന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഒരു രണ്ടാം വിവേകാനന്ദനായി പുകഴ്ത്തുകയുണ്ടായി. അവിടും തുടങ്ങിയ ഒരു ആത്മബന്ധം കഴിഞ്ഞ മാസം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ പോയി കാണുകയുണ്ടായി. ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തിന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്കും എന്റെ മരണപ്പെട്ടു പോയ ബാപ്പയുടെ ഒരു രൂപമാണ് അദ്ദേഹത്തിൽ കാണുകയുണ്ടായത്. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്നെ അങ്ങനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹം ഒരുപാട് പരിചരിക്കുകയുണ്ടായി. വന്ന ആൾക്കാർ പിന്നെ അവരുടെ റിയാക്ഷനുകൾ, ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എപ്പോഴും ബുദ്ധിയും വിവേകമുള്ളതും നമ്മൾ കരുതും നമ്മളാണ് ഏറ്റവും ശരിയെന്നും അതല്ല മറ്റുള്ളവരും ശരിയാണ്, മനുഷ്യനോട് പിന്നെ റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്, ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിൽ നമ്മൾ മനുഷ്യനായിട്ടാണ് പിന്നെ സംവേദനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ അദ്ദേഹവും ഞാനുമായിട്ട് ഒരുപാട് ആത്മബന്ധം ഉണ്ടാകുകയുണ്ടായി. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ ബാപ്പ മരിച്ചതുപോലെയുള്ള ഒരു വിഷമാവസ്ഥയിലാണ് ഞാൻ. ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന് പറയുവാനൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. എനിക്ക് അത്രയും അധികം വേദന ഉണ്ടാക്കിയൊരു വിയോഗമാണ് അഴീക്കോട് സാറിന്റെ ഇപ്പോഴത്തെ ഈ മലയാളത്തിന്റെ സംസ്കാര മുഖത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു വിടവാണ്. നന്ദി ശ്രീ റസൂൽ പൂക്കുട്ടി. കേന്ദ്രമന്ത്രി ശ്രീ KC വേണുഗോപാൽ ടെലിഫോൺ ലൈൻ. ശ്രീ KC വേണുഗോപാൽ, എന്തായിരുന്നു സുകുമാർ അഴീക്കോടിന്റെ കേരള സമൂഹത്തിലെ പ്രാധാന്യവും പ്രസക്തിയും? എങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങ് ഓർക്കുന്നത്?